ആഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ പട്ടിണി കിടക്കാറുണ്ട്? അങ്ങനെയില്ല അല്ലേ? പക്ഷേ നമുക്ക് പലപ്പോഴും നമുക്കറിയാം, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ പലപ്പോഴും പട്ടിണി കിടക്കാറുണ്ട്. അത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്. എന്നാൽ ഭക്ഷണം കഴിക്കുന്നവരിൽ പലരും പട്ടിണി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എങ്ങനെ ഉൾക്കൊള്ളും? ശരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഉറപ്പാണ് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തെ നമ്മൾ പട്ടിണിക്കിടുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരം മുഴുവനും വിവിധ തരം കോശങ്ങളാൽ നിർമ്മിതം. ബേസ് അത് തന്നെയാണ്. നമ്മുടെ ശരീരം മുഴുവനും കോശങ്ങൾ മാത്രമാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഒരൊറ്റ കോശം, സിംഗിൾ കോശം, പിന്നീട് മൾട്ടിപ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ലക്ഷക്കണക്കിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കോശങ്ങൾ, ഒരേ തരത്തിലുള്ള കോശങ്ങൾ ഒരുമിച്ച് കൂടി അത് ടിഷ്യൂസും അത് പിന്നീട് ഓർഗൻസും ഒക്കെ ആയിട്ട് രൂപപ്പെട്ട് അങ്ങനെയാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശിശുവായിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അവയവങ്ങളുണ്ട്. നമ്മുടെ ശരീരം മുഴുവനും പൊതിഞ്ഞിരിക്കുന്നത് സ്കിൻ. എന്നാൽ അതിനുള്ളിലായിട്ട് മസിലുകളുണ്ട്, അസ്ഥിയുണ്ട്, രക്തം മുഴുവൻ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എത്തിക്കാനായിട്ട് രക്തക്കുഴലുകളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുവാനായിട്ട് ബന്ധപ്പെട്ട് ദഹനേന്ദ്രിയ വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്, ലിവർ ഉണ്ട്, കൂടാതെ ഗ്രന്ഥികളും അത് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളും ഒക്കെ ഉണ്ട്. ഇതിനെല്ലാം ഒരേ തരം ധർമ്മമല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള ധർമ്മങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധർമ്മം നിർവഹിക്കുന്ന ഈ കോശങ്ങൾക്കെല്ലാം ഒരേ തരം ഫുഡാണ് നമ്മൾ ഡെയിലി ബേസ് കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ എടുക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റ് സെയിം ആണെങ്കിലോ, നമ്മുടെ ഫുഡ് ബാലൻസ്ഡ് ആയിരിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം നമ്മളൊരു കുഞ്ഞ് ശിശു, അതിന്റെ ശിശുവായിരിക്കുന്ന അവസരത്തിൽ മുലപ്പാല് അത് സമ്പൂർണ്ണ ആഹാരമാണ്. എന്നാൽ പിന്നീട് ആഹാരം കഴിച്ച് തുടങ്ങുന്നതോടുകൂടി വീട്ടിലെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്, ആ ഫുഡിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുമ്പോഴേക്കും അത് ബാലൻസ്ഡ് അല്ലെങ്കിലും, ഓരോരുത്തരുടെയും വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോഴേക്കും അത് വെജിറ്റബിൾ ആകാം, അതല്ലെങ്കിൽ നോൺ വെജും വെജും കൂടി ചേർന്ന് മിക്സ് ചെയ്യുന്നതൊക്കെ ആകാം. എങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഫൈബർ, വൈറ്റമിനും മിനറൽസും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള അനുപാതത്തിലുള്ള വെള്ളവും ഡെയിലി നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം.